Hi friends, let's start with the implementation of lexical analyzer. So in this video, I want to explain how to implement the lexical analyzer by using the lex tool. So this is the tool. It is used to implement the lexical analyzer. So lex is officially known as a lexical analyzer. Its main job is, what is its main job? Its main job is to break up an input stream and into tokens. And lex is an automatical tool. That is lex is a tool for automatically generating a lexer. How this lex is going to support the lexical analyzer to convert the source to the series of tokens. നമുക്ക് ഇതെങ്ങനെയാണ് ഈ ലെക്സ് ടൂള് സീരീസ് ഓഫ് ടോക്കണിനെ കൺവേർട്ട് ചെയ്യുന്നത് കാണാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ let's take the source code. And step 1, let's take the lex source program. Lexന്റെ source program എടുക്കുക. എന്നിട്ട് lexന്റെ source program ആണ് lex.l. With the help of lex compiler, the source program is converted into lex.yy.c, which is the input for the compiler. In step 2 എന്ന് പറയുന്നത് the C compiler is going to produce a dot out, and it is a lexical analyzer. A dot out ആണ് നമ്മൾ ഇവിടെയുള്ള lexical analyzer എന്ന് പറയുന്ന സാധനം. ഇനി അടുത്ത സ്റ്റെപ്പ് 3 the C compiler is producing a dot out lexical analyzer, and step 3 the input stream it produces the sequence of tokens. So far we have just seen this thing, that is the input stream lexical analyzer produces a sequence of tokens. So how the lexical analyzer the lex tool use ചെയ്യുന്നതാണെങ്കിൽ lexical analyzer ലെക്സും തമ്മിൽ എന്താണ് വ്യത്യാസം നോക്കാം. Here what is the lexical analyzer is doing? The lexical analyzer is taking the character one by one. Lexical analyzer എന്താ ചെയ്യുന്നത്? ക്യാരക്ടറിനെ 1 by 1 ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? which going to check what are the identifier and what are the tokens and what are the lexemes, everything. എന്തൊക്കെയാണ് ഐഡൻറ്റിഫയർ, എന്തൊക്കെയാണ് അതിലെ ലെക്സീംസ് ആൻഡ് എന്തൊക്കെയാണ് അതിലുള്ള ടോക്കൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ലെക്സിക്കൽ അനലൈസർ ചെക്ക് ചെയ്യും. ഇറ്റ് ഈസ് ഫൈൻഡ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് എ സീക്വൻസ് ഓഫ് ടോക്കൻസ്. അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? സീക്വൻസ് ഓഫ് ടോക്കൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഒരു ഇൻപുട്ട് കൊടുത്താൽ ഒരു ലെക്സിക്കൽ അനലൈസർ അതിൻ്റെ ഐഡൻറ്റിഫയർ, അതിൻ്റെ പിന്നെ ടോക്കൺസ്, പിന്നെ ലെക്സീംസ് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? സീക്വൻസ് ഓഫ് ടോക്കൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഹിയർ എ ലെക്സ് വിൽ ബി ദർ. ഇവിടെ നമുക്കൊരു ലെക്സ് ഉണ്ട്, ലെക്സ് കമ്പൈലർ ഉണ്ട്. ഹിയർ എ ലെക്സ് വിൽ ബി ദർ. സോ ദ ഹെൽപ്പ് ഓഫ് ലെക്സ് ടൂൾ ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റിംഗ് ദ ടോക്കൺസ്. മെയിൻ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സീക്വൻസ് ഓഫ് ടോക്കൺസിനെ ജനറേറ്റ് ചെയ്യും. അതായത് ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റിംഗ് ദ ടോക്കൺസ്. ദ ഹെൽപ്പ് ഓഫ് ദ ലെക്സ് കമ്പൈലർ ഓൾറെഡി കമ്പൈൽഡ്. അത് ലെക്സ് കമ്പൈലർ ഓൾറെഡി കമ്പൈൽ ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതായത് ഈ ഫംഗ്ഷനൊക്കെ ഓൾറെഡി കമ്പൈൽ ചെയ്ത് വെച്ചതാണ്. അത് വാട്ട് എവർ ദ സോഴ്സ് പ്രോഗ്രാം ദാറ്റ് ഈസ് ദർ and whatever the source program is there, it just taken the tokens and it is compiled, and it is with the help of the C compiler producing exactly. C compiler ne produce exactly ആയിട്ടൊരു എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എ ഡോട്ട് ഔട്ട് പ്രൊഡ്യൂസ് ചെയ്യും. മറ്റേത് ഈ ലെക്സ് കമ്പൈലറിൽ എന്തൊക്കെയാണോ വേണ്ടത്, ലെക്സ് അനലൈസറിൽ എന്തൊക്കെയാണ് ക്യാരക്ടറിനെ 1 by 1 ആയിട്ട് ചെയ്യുന്നതിന് പകരം ഈ ലെക്സ് കമ്പൈലർ വെച്ചിട്ട് എന്ത് ചെയ്യും? എ ഡോട്ട് ഔട്ടിനെ കമ്പൈൽഡ് ചെയ്ത് വെക്കും. അതായത് വാട്ട് ദ ലെക്സ് അനലൈസർ വാണ്ട് അതൊക്കെ എന്ത് ചെയ്തേക്കും? സി കമ്പൈലർ എക്സാക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കും.